പാർട്ട് 1 വീഡിയോയിൽ 1 to 7 വരെയുള്ള ക്വസ്റ്റ്യൻസും ആൻസറും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പാർട്ട് 2 8th question. All the angles of a 9-sided polygon are equal. A. Calculate one outer angle. B. Calculate one inner angle. C. Write the sum of all inner angles. Calculate one outer angle. 9-sided polygon ആണ്. Number of sides 9 ആണ്. Sum of outer angles, ഏത് പോളിഗോൺ എടുത്താലും അതിൻ്റെ ഔട്ടർ ആംഗിൾസ്, സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 ഡിഗ്രി ആയിരിക്കും. വൺ ഔട്ടർ ആംഗിൾ ഈക്വൽസ് 360 ഡിവൈഡഡ് ബൈ 9 ഈക്വൽസ് 40 ഡിഗ്രി. 9 സൈഡഡ് ആണ്, അപ്പോൾ അതുകൊണ്ട് 360 ബൈ 9 40. അടുത്തത് കാൽക്കുലേറ്റ് വൺ ഇന്നർ ആംഗിൾ. ഔട്ടർ ആംഗിൾ 40 ആണെങ്കിൽ ഇന്നർ ആംഗിൾ 180 മൈനസ് 40 ഈക്വൽസ് 140 ഡിഗ്രി. റൈറ്റ് ദ സം ഓഫ് ഓൾ ഇന്നർ ആംഗിൾസ്. സം ഓഫ് ഓൾ ഇന്നർ ആംഗിൾസ് കാണാനായിട്ട് n-2 ഇൻറ്റു 180, അല്ലെങ്കിൽ ഒരു ഇന്നർ ആംഗിൾ 140 ആണെങ്കിൽ 9 ആംഗിളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് 140 ഇൻറ്റു 9 equals 1260 degree. 9th question. In the figure, AC is the bisector of both angle A and angle C. Also, angle B equals 90 degree. Find angle D. B question. If AB equals 4 centimeter, CD equals 3 centimeter. Write the lengths of AD and AC. Answer. Angle B 90 degree ആണ്. Angle B 90 degree. Angle D യും 90 degree ആയിരിക്കും. Next, AB equals 4 centimeter, CD equals 3 centimeter. AC എന്ന് പറയും, AC 90യുടെ ഓപ്പോസിറ്റ് കിടക്കുന്നതായിരിക്കും ഹൈപ്പോട്ടിന്യൂസ്. ആംഗിൾ B 90 ഡിഗ്രി ആണെങ്കിൽ ബിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ AC സ്ക്വയർ എന്ന് പറഞ്ഞാൽ AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ആണ്. 4 square plus 3 square. AC square equals 25. AC equals root 25 equals 5 centimeter. അതുകൊണ്ട് AD 4 centimeter ആയിരിക്കും. 10th question. In the figure, the larger angle is 50 degree more than the smaller angle. A. What is the sum of both angles? B. Compute the measures of each angle. Answer. What is the sum of both angles? Sum 180 degree ആയിരിക്കും. The measures of each angle. Sum of both angles 180 degree ആയിരിക്കും. ഒരു ആംഗിള് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ആംഗിൾ 50 മോർ ദാൻ ദ അതർ ആംഗിൾ എന്നാണ്. അപ്പോൾ 50 പ്ലസ് എക്സ് ആയിരിക്കും. അപ്പോൾ എക്സ് പ്ലസ് 50 180 ഡിഗ്രി. 2x പ്ലസ് 50 എന്ന് പറഞ്ഞാൽ 180. 2x എന്ന് പറഞ്ഞാൽ 130 ആയിരിക്കും. എക്സ് 65 ഡിഗ്രി ആയിരിക്കും. ഒരു ആംഗിള് 65 ആണെങ്കിൽ എക്സ് 65 ഡിഗ്രി ആണെങ്കിൽ അതിന് തൊട്ടടുത്ത ആംഗിള് 50 പ്ലസ് എക്സ് ആണ്. അപ്പോൾ 115 ഡിഗ്രി ആയിരിക്കും. 11th question. In a pentagon, how many diagonals can be drawn from a vertex to other vertex? B. How many triangles will be made by these diagonals? C.
See what is the sum of angles of a pentagon. Answer: two diagonals can be drawn from a vertex to other vertex. Answer 2. Next, how many triangles will be made by these diagonals? Answer 3. Third, what is the sum of the angles of a pentagon? Pentagon എന്ന് പറയുമ്പോൾ 5 sides ആണ്. അപ്പോൾ സം ഓഫ് ആംഗിൾസ് കാണാനായിട്ട് n-2 ഇൻറ്റു 180. അപ്പോൾ 5 - 2 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 180 ഈക്വൽസ് 540 ഡിഗ്രി. 12th question. Draw the perpendicular bisector of a line of length 11 cm. B. Draw a square of perimeter 11 cm. Answer: AB 11 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. എയിൽ നിന്നും മോർ ദാൻ ഹാഫ്, പകുതിയിലും കൂടുതൽ കോമ്പസിലെടുത്തിട്ട് രണ്ട് സൈഡിലും ആർക്ക് വരയ്ക്കുക. ബിയിൽ നിന്നും ആർക്ക് വരച്ച് ജോയിൻ ചെയ്യുക. ഒ എന്ന പോയിൻ്റ് മാർക്ക് ചെയ്യുക. AO ഈക്വൽസ് OB ആയിരിക്കും. Next, draw a square of perimeter 11 cm. പെരിമീറ്റർ 11 സ്ക്വയറിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. 11 സെൻറ്റിമീറ്ററിലാണ് നമുക്ക് പെരിമീറ്റർ 11 സെൻറ്റിമീറ്റർ കിട്ടണം. അങ്ങനെയുള്ള ഒരു സ്ക്വയറാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് OA അല്ലെങ്കിൽ OB, ABയുടെ ഹാഫ് എടുക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് ABയുടെ ഹാഫ് എടുത്ത് ആ OBയുടെ ഹാഫ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വീണ്ടും വരയ്ക്കുക. M എന്ന പോയിൻ്റ് മാർക്ക് ചെയ്യുക. OM ഈക്വൽസ് MB. MB ഒരു സൈഡ്, സ്ക്വയറിൻ്റെ ഒരു സൈഡായിട്ട് എടുത്തതിന് ശേഷം ബിയിൽ നിന്നും 90 ഡിഗ്രി വരയ്ക്കുക. ബിയിൽ നിന്ന് 90 ഡിഗ്രി വരച്ച് K മാർക്ക് ചെയ്യുക. എല്ലിൽ നിന്നും അതേ മെഷർമെൻറ്റിൽ ഒരു ആർക്ക് വരച്ച് KLMB എന്ന സ്ക്വയർ വരയ്ക്കുക. അതിൻ്റെ പെരിമീറ്റർ 11 സെൻറ്റിമീറ്റർ ആയിരിക്കും. 13th question. In a calendar, a square of 4 numbers are marked as shown below: 2, 3, 9, 10. First question. Write the sum of these 4 numbers. B. Another 4 numbers are marked like this and their sum is 44. Which are the numbers? Answer. Write the sum of these 4 numbers. Sum equals 2 plus 3 plus 9 plus 10 equals 24. B question answer. ഒരു നമ്പർ x ആയിട്ട് എടുക്കാം. x 2ന് പകരം x ആയിട്ട് എടുക്കാം. 3ക്ക് പകരം x plus 1, x equals 2. അപ്പോൾ 3ക്ക് പകരം x plus 1. 9ന് x plus 7. 10ന് x plus 8. ഇത് എല്ലാം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ x plus 1 plus x plus 7 plus x plus 8 equals 44 എന്ന് കിട്ടും. 4x plus 16 44 ആണ്. 4x എന്ന് പറഞ്ഞാൽ 44. ഈ പ്ലസ് 16 എന്നുള്ളത് ഈക്വൽ സൈനിൻ്റെ അതർ സൈഡിലേക്ക് പോകുമ്പോൾ
44 മൈനസ് 16 എന്നാകും. അപ്പോൾ 28 കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എക്സ് ആണ് 28. ഇൻറ്റു എക്സ് എന്നുള്ളത് 4 ആ സൈഡിൽ പോകുമ്പോൾ ഡിവിഷൻ ആവും. 28 ഡിവൈഡഡ് ബൈ 4 ഈക്വൽസ് 7 എന്ന് കിട്ടും. അപ്പോൾ നമ്പേഴ്സ് ആർ ആദ്യം എക്സ് 7, രണ്ടാമത്തെ എക്സ് പ്ലസ് 1 പകരം 7 പ്ലസ് 1 8, മൂന്നാമത്തെ എക്സ് പ്ലസ് 7 7 പ്ലസ് 7 14, അടുത്തത് 15. അങ്ങനെ നമ്പേഴ്സ് 7 8 14 15 എന്ന് കിട്ടും. 14th question. The figure shows a rhombus and an equilateral triangle joined together. Angle C equals B. Angle ABD. C. Find angle E. D. Find the angle A. 14th ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഈ ഫിഗറിൽ ഒരു റോംബസും ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളും ആണ്. റോംബസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഈക്വലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. 180 ഡിവൈഡഡ് ബൈ 3 ആണ്. അപ്പോൾ അതുകൊണ്ട് ആംഗിൾ സി എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. എ ബി ഡി, ആംഗിൾ എ ബി ഡി 180 മൈനസ് 60, അതായത് 120 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഇ റോംബസിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്, ബിയുടെ ഓപ്പോസിറ്റ് ആംഗിളാണ് ആംഗിൾ ഇ വരുന്നത്. അപ്പോൾ റോംബസിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, അതുകൊണ്ട് 120 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ 60 ഡിഗ്രി ആയിരിക്കും. ഈ രണ്ട് ആംഗിളും എയും ബിയും ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടണം. അപ്പോൾ 180 മൈനസ് 120 ഈക്വൽസ് 60 ഡിഗ്രി. 15th question. Draw an angle of 55 degree and bisect the angle. B. Draw a triangle ABC with angle A equals 27.5 degree, angle B equals 70 degree and AB equals 5 centimeter. 15th question answer. ഫസ്റ്റ് സ്റ്റെപ്പ് എ ബി വരച്ച് എയിൽ നിന്നും 55 ഡിഗ്രി മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ റെഡിങ് കൊണ്ട് ആർക്ക് വരച്ചിട്ടുണ്ട്. ആ സെയിം ലെങ്ത്തിൽ തന്നെ രണ്ട് സൈഡിൽ നിന്ന് ആംഗിളിനെ കട്ട് ചെയ്യുന്ന, രണ്ട് റേസിനെ കട്ട് ചെയ്യുന്ന അതേ പോയിന്റിൽ നിന്നും വീണ്ടും ആർക്ക് വരച്ച് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഓരോ ഹാഫും 27 ആൻഡ് 55ൻ്റെ ഹാഫായിരിക്കും. 27 ആൻഡ് ഹാഫ് ഡിഗ്രി ആയിരിക്കും. 15B എ ബി 5 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. എയിൽ നിന്ന് 27 ആൻഡ് ഹാഫ് ഡിഗ്രി ഒരു ലൈൻ വരയ്ക്കുക. വീണ്ടും ബിയിൽ നിന്ന് 70 ഡിഗ്രി മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. രണ്ടും ടച്ച് ചെയ്യുന്നിടത്ത് സി എന്ന പോയിൻ്റ് മാർക്ക് ചെയ്യുക. എ ബി സി എന്ന ട്രയാങ്കിൾ നമുക്ക് കിട്ടും. Sixteenth question. Age of elder brother is 10 years more than the age of the younger brother. After 4 years, age of elder brother will become twice the age of younger brother. Look at the table and fill in the blanks. Age of younger brother X. Age after 4 years. Age of elder brother. B question. What is the present age of younger brother?
യങ്ങർ ബ്രദറിൻ്റെ ഏജ്, പ്രസൻറ്റ് ഏജ് എക്സ് ആയിട്ട് എടുക്കുക. ആഫ്റ്റർ 4 years ഏജ് ഓഫ് യങ്ങർ ബ്രദർ എക്സ് പ്ലസ് 4 ആയിരിക്കും. ഏജ് ഓഫ് എൽഡർ ബ്രദർ എക്സ് പ്ലസ് 10 ആണ് പ്രസൻറ്റ് ഏജ്. ആഫ്റ്റർ 4 years എക്സ് പ്ലസ് 10 പ്ലസ് 4, അതായത് എക്സ് പ്ലസ് 14 ആയിരിക്കും. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ആഫ്റ്റർ 4 years ഏജ് ഓഫ് എൽഡർ ബ്രദർ ഈസ് 2 times ഏജ് ഓഫ് യങ്ങർ ബ്രദർ. ആഫ്റ്റർ 4 yearsൻ്റെ മാത്രം നോക്കുക. അപ്പോൾ 4 yearsന് ശേഷം ഏജ് ഓഫ് എൽഡർ ബ്രദറിന് എക്സ് പ്ലസ് 14 ആയിരിക്കും. ആ ഏജ് ആഫ്റ്റർ 4 years ആവുമ്പോൾ യങ്ങർ ബ്രദറിൻ്റെ എക്സ് പ്ലസ് 4 എന്നുള്ളതിൻ്റെ ഡബിൾ ആയിരിക്കും, ട്വൈസ് ആയിരിക്കും. 2 into എക്സ് പ്ലസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 14. 2x പ്ലസ് 8 എന്ന് പറയുന്നത് എക്സ് പ്ലസ് 14 ആണ്. 2x മൈനസ് എക്സ് ഈക്വൽസ് 14 മൈനസ് 8. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 6 ആണ്. പ്രസൻറ്റ് ഏജ് ഓഫ് യങ്ങർ ബ്രദർ, ഇപ്പോഴത്തെ വയസ്സ് യങ്ങർ ബ്രദറിന് 6 ആയിരിക്കും. 17th question. In the figure, a regular hexagon, a square and a triangle put together. First, what is one angle of the square? B. Write the measures of all the 3 angles of a triangle ABC. സ്ക്വയറിൻ്റെ ഒരു ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. ബി. ഹെക്സഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് 6 ആണ്. സം ഓഫ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ n-2 ഇൻറ്റു 180. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ്, 6 - 2 4, 4 ഇൻറ്റു 180 ആണ്. അപ്പോൾ 4 ഇൻറ്റു 180 എന്ന് പറയുമ്പോൾ 720 ആണ് സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ ഹെക്സഗൺ. അതുകൊണ്ട് ഒരു ആംഗിള് 720 ഡിവൈഡഡ് ബൈ 6 ഈക്വൽസ് 120 ആയിരിക്കും. ആംഗിൾ ABC ആണ് നമുക്ക് കാണേണ്ടത്. ഒരു സൈഡിൽ 90 ഡിഗ്രി ഉണ്ട്, സ്ക്വയറിൻ്റെ 90 ഡിഗ്രി. ഈ ആംഗിള് ഇപ്പുറത്ത് ഹെക്സഗണാണ്, അത് 120 ഡിഗ്രിയാണ്. ഒരു പോയിൻറ്റിൻ്റെ ചുറ്റും വരുന്ന ടോട്ടൽ ആംഗിൾസ് 360 ആണ് വേണ്ടത്. 360ൽ ഒരു സൈഡിൽ 90 ഉണ്ട്, ഒരു സൈഡിൽ 120 ഉണ്ട്. അപ്പോൾ ആംഗിൾ ABC എന്ന് പറഞ്ഞാൽ 360 മൈനസ് 120 പ്ലസ് 90 ഈക്വൽസ് 150. ആംഗിൾ ബി, അത് ട്രയാങ്കിളിൻ്റെ ആംഗിൾ ABC എന്ന് പറഞ്ഞാൽ 150 ഡിഗ്രി ആയിരിക്കും. ഇത് ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ്. AB ഈക്വൽസ് BC ആണ്, രണ്ട് വശവും ഈക്വലാണ്. അതുകൊണ്ട് ബേസ് ആംഗിൾസ് ആർ ഈക്വൽ. 180 150 പോയാൽ 30 ഡിഗ്രിയാണ്. ആംഗിൾ A പ്ലസ് ആംഗിൾ C 30 ഡിഗ്രി ആയിരിക്കും. ഒരു ആംഗിൾ A എന്ന് പറഞ്ഞാൽ 30/2 15 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ C ഓൾസോ 15 ഡിഗ്രി. 18th question. Look at the pattern. 2 square equals 1 square plus 1 plus 2 equals 4. 3 square equals 2 square plus 2 plus 3 equals 9. 4 square equals 3 square plus 3 plus 4 equals 16. Usually we are calculating the square of a number by multiplying a number with the same number. But here another method is applied to get the square of a number. Using this method, fill in the blanks of the following.
നമുക്കറിയാം 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ പ്ലസ് 3 പ്ലസ് 4 ഈക്വൽ 16. അപ്പോൾ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കുറച്ചിട്ടുള്ളത് 4 സ്ക്വയർ പ്ലസ് 4 പ്ലസ് 5 ഈക്വൽസ് 25 ആണ്. അതേപോലെ 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കുറച്ച് 5 സ്ക്വയർ പ്ലസ് 5 പ്ലസ് 6 ഈക്വൽസ് 36 എന്ന് വരും. അപ്പോൾ ബി ക്വസ്റ്റ്യൻ 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 സ്ക്വയർ പ്ലസ് 7 പ്ലസ് 8 ആണ്. 8 സ്ക്വയർ. ആൻസർ 8 സ്ക്വയർ. സി 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കുറച്ച് ഈക്വൽസ് 20 സ്ക്വയർ പ്ലസ് 20 പ്ലസ് 21. അപ്പോൾ അതിൻ്റെ നേരത്തെ എഴുതിയേക്കണ ആ ക്രമം അനുസരിച്ചിട്ടാണ് നാം എഴുതേണ്ടത്. എക്സ് പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കുറച്ച്. എക്സ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഒരെണ്ണം കുറച്ച് കഴിഞ്ഞാൽ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ബ്രാക്കറ്റിൽ എക്സ് പ്ലസ് ആ നമ്പർ തന്നേക്കുന്ന നമ്പർ എക്സ് പ്ലസ് 1. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്.